ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെൽ സൈക്കിൾ അല്ലെങ്കിൽ സെൽ ഡിവിഷൻ എന്താണെന്നും അതുപോലെ ഇൻ്റർഫേസ് എന്താണെന്നും ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തു അല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം മൈറ്റോസിസ് എന്താണെന്ന്. അപ്പം നമുക്ക് ക്ലാസ് ആരംഭിക്കാം. അപ്പം മൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഇതൊരു സെൽ ഡിവിഷനാണ്. ഓക്കെ, രണ്ട് തരത്തിലുള്ള സെൽ ഡിവിഷനാണുള്ളത്, മൈറ്റോസിസും മിയോസിസും. ഓക്കെ, ഇന്ന് നമുക്ക് മൈറ്റോസിസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, മൈറ്റോസിസ് എന്ന് പറയുന്ന ഒരു സെൽ ഡിവിഷനാണ്. ഈ സെൽ ഡിവിഷനിൽ എന്ത് സംഭവിക്കുന്നു? ഒരു പാരൻറ്റ് സെല്ലിൽ നിന്ന് രണ്ട് ഡോട്ടർ സെല്ല് ഫോം ചെയ്യുന്നു. അതായത് ഒരു സിംഗിൾ സെല്ലിൽ നിന്ന് രണ്ട് ഡോട്ടർ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഡോട്ടർ സെല്ലിൻ്റെ പ്രത്യേകത എന്താണ്? ജനറ്റിക്കലി ഐഡൻറ്റിക്കലായിരിക്കും. അതായത് പാരൻറ്റ് സെല്ലിനെ പോലെ തന്നെ ആയിരിക്കും രണ്ട് ഡോട്ടർ സെല്ലുകളും. മനസ്സിലായോ? ഓക്കെ, മൈറ്റോസിസ് എന്ന സെൽ ഡിവിഷനിൽ സംഭവിക്കുന്നത് ഒരു സിംഗിൾ സെല്ലിൽ നിന്ന് രണ്ട് ഡോട്ടർ സെൽസ് ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ള സെല്ലുകൾ പാരൻറ്റ് സെല്ലിനെ പോലെ ആയിരിക്കും. ഓക്കെ, അതായത് ജനറ്റിക്കലി ഐഡൻറ്റിക്കൽ ഈച്ച് അതർ. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? നെക്സ്റ്റ് പോയിൻ്റ്, ഓരോ ഡോട്ടർ സെൽസിനകത്തും പാരൻറ്റ് സെല്ലിലുള്ള അത്രയും ക്രോമസോം കാണാൻ സാധിക്കും. പാരൻറ്റ് സെല്ലിലെ പോലെ തന്നെ സെയിം നമ്പർ ഓഫ് ക്രോമസോം രണ്ട് ഡോട്ടർ സെല്ലിലും കാണാൻ സാധിക്കുന്നു. ക്രോമസോമിൻ്റെ എണ്ണത്തിൽ മാറ്റമൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ മൈറ്റോസിസിനെ പറയുന്ന പേരാണ് ഇക്വേഷണൽ ഡിവിഷൻ. ഓക്കെ, അതായത് ഈച്ച് ഡോട്ടർ സെൽസ് ഹാവിങ് ദ സെയിം നമ്പർ ആൻഡ് കൈൻഡ് ഓഫ് ക്രോമസോംസ് ആസ് ദ പാരൻറ്റ് ന്യൂക്ലിയസ്. സോ മൈറ്റോട്ടിക് division is called equational division. Understood? ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് മൈറ്റോസിസിന് ഇക്വേഷണൽ ഡിവിഷൻ എന്നൊരു ക്വസ്റ്റ്യൻ വരാം. അതായത് മൈറ്റോസിസ് വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് ഡോട്ടർ സെൽസും ജനറ്റിക്കലി ഐഡൻറ്റിക്കൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ മൈറ്റോസിസിനെ ഇക്വേഷണൽ ഡിവിഷൻ എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ, ഈ മൈറ്റോസിസ് സംഭവിക്കുന്നത് ന്യൂക്ലിയർ ഡിവിഷൻ വഴിയാണ്. അതായത് പല സ്റ്റേജുകളിലായി നടക്കുന്ന ന്യൂക്ലിയർ ഡിവിഷൻ വഴിയാണ് മൈറ്റോസിസ് സംഭവിക്കുന്നത്. എ സീക്വൻഷ്യൽ ന്യൂക്ലിയർ ഡിവിഷൻ. ഈ ന്യൂക്ലിയർ ഡിവിഷനെ എന്താണ് പറയുന്നത്? കാരിയോകൈനസിസ്. ഓക്കെ, അതായത് മൈറ്റോസിസ് is a type of cell division in which the parent cell produce two daughter cells of its own kind through a sequential nuclear division അല്ലെങ്കിൽ കാരിയോകൈനസിസ്. ഓക്കെ, ദെൻ മൈറ്റോട്ടിക് സെൽ ഡിവിഷൻ എവിടെയാണ് സംഭവിക്കുന്നത്? മൈറ്റോട്ടിക് സെൽ ഡിവിഷൻ ഈസ് സീൻ ഇൻ സൊമാറ്റിക് സെൽസ്. സൊമാറ്റിക് സെൽസിൽ സംഭവിക്കുന്ന സെൽ ഡിവിഷനെയാണ് മൈറ്റോട്ടിക് സെൽ ഡിവിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഈ മൈറ്റോട്ടിക് എന്ന സെൽ ഡിവിഷൻ്റെ പർപ്പസ്? അതായത് മൈറ്റോട്ടിക് സെൽ ഡിവിഷൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? നമുക്കൊന്ന് വായിക്കാം. ഫോർ ഗ്രോത്ത് ആൻഡ് ടു റീപ്ലേസ് വോൺ ഔട്ട് സെൽസ്. അതായത് സെല്ലിൻ്റെ ഗ്രോത്തിന് വേണ്ടിയും അതുപോലെ തന്നെ ഡാമേജ് വന്ന സെൽസിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് ഇതിൻ്റെ പർപ്പസ്. ഡാമേജ് വന്ന സെൽസിൻ്റെ സ്ഥാനത്ത് പുതിയ സെൽ റീപ്ലേസ് ചെയ്യാനാണ് മൈറ്റോട്ടിസിൻ്റെ പർപ്പസ്. ഓക്കെ, മൈറ്റോട്ടിസ് സ്റ്റാർട്ട് വിത്ത് ന്യൂക്ലിയർ ഡിവിഷൻ, കാരിയോകൈനസിസ് ആൻഡ് എൻഡ് വിത്ത് ദ ഡിവിഷൻ ഓഫ് സൈറ്റോപ്ലാസം, സൈറ്റോകൈനസിസ്. അതായത് ന്യൂക്ലിയർ ഡിവിഷനിൽ നിന്ന് തുടങ്ങി സൈറ്റോപ്ലാസത്തിൻ്റെ ഡിവിഷനിൽ അവസാനിക്കുന്ന ആ ഒരു സെൽ ഡിവിഷനെയാണ് മൈറ്റോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ സൈറ്റോപ്ലാസത്തിൻ്റെ ഡിവിഷനെ എന്താണ് പറയുന്നത്? സൈറ്റോകൈനസിസ്. ഓക്കെ, കാരിയോകൈനസിസ് 4 സ്റ്റേജാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രൊഫേസ് സ്റ്റേജ്, മെറ്റാഫേസ് സ്റ്റേജ്, അനാഫേസ് സ്റ്റേജ്, ടീലോഫേസ് സ്റ്റേജ്. ഏതൊക്കെയാണ്? പ്രൊഫേസ് സ്റ്റേജ്, മെറ്റാഫേസ് സ്റ്റേജ്, അനാഫേസ് സ്റ്റേജ്, ടീലോഫേസ് സ്റ്റേജ്. ഓക്കെ, പഠിച്ചു വെക്കണം കേട്ടോ. ദെൻ ഫസ്റ്റ് സ്റ്റേജാണ് പ്രൊഫേസ് സ്റ്റേജ്. ഈ പ്രൊഫേസ് സ്റ്റേജിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. അതായത് കാരിയോകൈനസിസിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ് പ്രൊഫേസ്.
അതായത് ന്യൂക്ലിയർ ഡിവിഷൻ്റെ ആദ്യ സ്റ്റേജാണ് പ്രൊഫേസ്. ഇതിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? പ്രൊഫേസ് എന്ന സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ന്യൂക്ലിയസ് ഇൻ്റർഫേസ് സ്റ്റേജിലായിരിക്കും. അതായത് ഇൻ്റർഫേസ് സ്റ്റേജ് കഴിഞ്ഞു വരുന്ന സ്റ്റേജാണ് പ്രൊഫേസ് സ്റ്റേജ്. അതായത് മൈറ്റോസിസ് സ്റ്റാർട്ട് ചെയ്യുന്ന അതിന് തൊട്ട് മുമ്പ് വരെ ഇൻ്റർഫേസ് സ്റ്റേജ് ആയിരിക്കും. മനസ്സിലായല്ലോ അല്ലേ? ബിഫോർ ദ ഇനിഷ്യേഷൻ ഓഫ് സെൽ ഡിവിഷൻ ദ ന്യൂക്ലിയസ് ഈസ് ഇൻ ആൻ ഇൻ്റർഫേസ് സ്റ്റേജ്. ഓക്കെ. അതായത് പ്രൊഫേസ് സ്റ്റേജിൽ ക്രോമസോമൽ മെറ്റീരിയൽസിൻ്റെ കണ്ടൻസേഷൻ സംഭവിക്കുന്നു. കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കട്ടിയാകുക, അതായത് ചുരുങ്ങുക എന്നർത്ഥം. കണ്ടൻസ് ചെയ്യാൻ തുടങ്ങുന്നു ഈ പ്രൊഫേസ് സ്റ്റേജിൽ വെച്ച്. ഓക്കെ. ക്രോമസോമൽ മെറ്റീരിയൽസ്, അതായത് എസ് ഫേസിലും G2 ഫേസിലും DNA മോളിക്യൂൾസ് കാണപ്പെടുന്നു. DNA സിന്തസിസ് നടക്കുന്നത് എവിടെയാണ്? എസ് ഫേസിലാണ്. ഓക്കെ. എസ് ഫേസിലും G2 ഫേസിലും കാണപ്പെടുന്നത് എന്താ? DNA മോളിക്യൂൾസ്. അത്രയ്ക്ക് വ്യക്തമായിട്ടൊന്നും കാണാൻ കഴിയില്ല. അതിങ്ങനെ കെട്ടുപിണഞ്ഞ് കിടക്കുന്നത് പോലെയാണ്. ഈ DNA മോളിക്യൂൾസിനെ കാണാൻ സാധിക്കുന്നത് എവിടെ? എസ് ഫേസിലും G2 ഫേസിലും. ഇങ്ങനെയുള്ള DNA മോളിക്യൂൾസ് പ്രൊഫേസ് ഫേസിൽ വരുമ്പോൾ ക്രോമസോമൽ മെറ്റീരിയൽസിന് എന്ത് സംഭവിക്കും? കണ്ടൻസേഷൻ സംഭവിക്കും. അതായത് കട്ടിയാകാൻ തുടങ്ങും, ചുരുങ്ങാൻ തുടങ്ങും. അതായത് എസ് ഫേസിലും G2 ഫേസിലും എങ്ങനെയാണ് കിടന്നിരുന്നത്? കെട്ടുപിണഞ്ഞ് കിടക്കുകയായിരുന്നു അല്ലേ? ഈ ക്രോമാറ്റിക് റെറ്റിക്കുലർ അല്ലെങ്കിൽ ക്രോമാറ്റിക് മെറ്റീരിയൽസ് കെട്ടുപിണഞ്ഞായിരുന്നു കാണാൻ സാധിച്ചത്. വ്യക്തതയോട് നമുക്കവയെ കാണാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ പ്രൊഫേസ് സ്റ്റേജിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ക്രോമസോമൽ മെറ്റീരിയൽസിന് കണ്ടൻസേഷൻ സംഭവിക്കും. കെട്ടുപിണഞ്ഞ് കിടന്നിരുന്ന മെറ്റീരിയൽസ് ഫ്രീ ആകാൻ തുടങ്ങുന്നു. അങ്ങനെ അവ എന്തായി മാറുന്നു? മൈറ്റോട്ടിക് ക്രോമസോമായി മാറുന്നു. ഓക്കെ. ക്രോമസോമൽ മെറ്റീരിയൽസ് കണ്ടൻസ് ടു ഫോം കോമ്പാക്റ്റ് മൈറ്റോട്ടിക് ക്രോമസോംസ്. ഓക്കെ. അപ്പോൾ പ്രൊഫേസ് സ്റ്റേജിൽ നമുക്ക് ക്രോമസോമിനെ കാണാൻ കഴിയും. ഓക്കെ. നെക്സ്റ്റ്, ക്രോമസോമിൻ്റെ പ്രത്യേകത എന്താണ്? സെൻട്രൽ ഒരു സെൻട്രോമിയർ കാണപ്പെടുന്നു. അതിനെ അറ്റാച്ച് ചെയ്ത് 2 ക്രോമാറ്റിക് ലീഡ് കാണാൻ സാധിക്കുന്നു. ഓക്കെ. ക്രോമസോമിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ സെൻട്രലിൽ ഒരു സെൻട്രോമിയർ കാണപ്പെടുന്നു. അതിനെ അറ്റാച്ച് ചെയ്ത് 2 ക്രോമാറ്റിക് ലീഡ് കാണാൻ സാധിക്കുന്നു. ഓക്കെ. ഈ പ്രൊഫേസ് സ്റ്റേജിൽ ക്രോമസോമിൻ്റെ കണ്ടൻസേഷൻ സംഭവിക്കുന്നു. അപ്പോൾ ക്രോമസോമിൻ്റെ കണ്ടൻസേഷൻ സംഭവിക്കുന്ന സ്റ്റേജ് ഏതാ? പ്രൊഫേസ് സ്റ്റേജ് അല്ലേ? ഓക്കെ. അതായത് ഇൻ്റർഫേസ് സ്റ്റേജിൻ്റെ എസ് ഫേസിൽ വെച്ചിട്ട് സെൻട്രോസോം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ക്രോമസോം പ്രൊഫേസിലെത്തുമ്പോൾ എവിടേക്കാണ് മൂവ് ചെയ്യുന്നത്? 2 ഓപ്പോസിറ്റ് പോളിലേക്ക് മൂവ് ചെയ്യുന്നു. സെൽസിൻ്റെ 2 അറ്റത്തേക്കും 2 പോളിലേക്കും മൂവ് ചെയ്യുന്നു. ഇങ്ങനെ മൂവ് ചെയ്യുന്ന ക്രോമസോം സെൽസിൻ്റെ 2 പോളിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവയിൽ നിന്ന് മൈക്രോ ട്യൂബ്യൂൾസ് ഫോം ചെയ്യുന്നു. ഈ മൈക്രോ ട്യൂബ്യൂൾസിനെ പറയുന്ന പേരാണ് ആസ്റ്റർ. അണ്ടർസ്റ്റുഡ്? ഓക്കെ. ആസ്റ്റർ എന്ന് പറഞ്ഞാൽ ഈച്ച് സെൻട്രോസോം റേഡിയേറ്റ് ഔട്ട് microtubules called asters. Okay. Then next point, the 2 asters together with spindle fibers form mitotic apparatus. അതായത് ആസ്റ്റേഴ്സും സ്പിൻഡിൽ ഫൈബേഴ്സും ഒരുമിച്ച് ചേർന്ന് ഫോം ചെയ്യുന്നതാണ് മൈറ്റോട്ടിക് അപ്പാരറ്റസ്. അതായത് 2 പോൾസിൽ നിന്നും ആസ്റ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ 2 പോളിലും എന്തുണ്ട്? സെൻട്രോസോം ഉണ്ട്. 2 പോളിലും സെൻട്രോസോമിൽ നിന്ന് ആസ്റ്റർ വരുന്നു. ഇങ്ങനെ 2 ആസ്റ്ററും സ്പിൻഡിൽ ഫൈബേഴ്സും കൂടെ ജോയിൻ ചെയ്ത് പറയുന്നതാണ് മൈറ്റോട്ടിക് അപ്പാരറ്റസ്. മനസ്സിലായോ? അതായത് ആസ്റ്റേഴ്സും സ്പിൻഡിൽ ഫൈബേഴ്സും ഒരുമിച്ച് ചേർന്ന് ഫോം ചെയ്യുന്നതാണ് മൈറ്റോട്ടിക് അപ്പാരറ്റസ്. ഓക്കെ. അപ്പോൾ 2 പോളിലെയും സെൻട്രോസോമിൽ നിന്ന് ആസ്റ്റർ വരുന്നുണ്ട്. ഇങ്ങനെ 2 ആസ്റ്റേഴ്സും സ്പിൻഡിൽ ഫൈബേഴ്സും കൂടി ജോയിൻ ചെയ്ത് പറയുന്നതാണ് മൈറ്റോട്ടിക് അപ്പാരറ്റസ്. ഓക്കെ.
മൈറ്റോട്ടിക് അപ്പാരറ്റസ് ഫോം ചെയ്യുന്നത് ഏത് സ്റ്റേജിലാണ്? പ്രൊഫേസ് സ്റ്റേജിലാണ്. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? നെക്സ്റ്റ്, ഒരു സെൽ പ്രൊഫേസിൻ്റെ അവസാനം എത്തുമ്പോൾ, അതായത് എൻഡിലേക്ക് എത്തുമ്പോൾ, ഡു നോട്ട് ഷോ ഗോൾജി അപ്പാരറ്റസ്, പ്ലാസ്മിക് റെറ്റിക്കുലം, ന്യൂക്ലിയസ് ആൻഡ് ന്യൂക്ലിയർ എൻവലപ്പ്. അതായത് അവസാനം എത്തുമ്പോൾ, സെൽസിൻ്റെ അവസാനം എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവയൊന്നും കാണപ്പെടുന്നില്ല. ന്യൂക്ലിയസും ന്യൂക്ലിയർ എൻവലപ്പും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഡിസപ്പിയർ ആകും. അപ്പോൾ പ്രൊഫേസിൻ്റെ അവസാനം ഈ ഗോൾജി കോംപ്ലക്സും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവും ന്യൂക്ലിയസും ന്യൂക്ലിയർ എൻവലപ്പും ഒക്കെ കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ആകും. ഓക്കെ, ഇത്രയും സ്റ്റേജസ് ആണ് പ്രൊഫേസ് സ്റ്റേജിൽ നടക്കുന്നത്. അപ്പോൾ എന്താണ് പ്രൊഫേസ് സ്റ്റേജ്? എന്താണ് പ്രൊഫേസ് സ്റ്റേജിൽ നടക്കുന്നത്? പ്രൊഫേസ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കാരിയോകൈനസിസിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ് പ്രൊഫേസ് സ്റ്റേജ്. അതായത് ന്യൂക്ലിയർ ഡിവിഷൻ്റെ ആദ്യ സ്റ്റേജാണ് പ്രൊഫേസ്, അല്ലേ? അതായത് പ്രൊഫേസ് സ്റ്റേജിലാണ് ഈ ക്രോമസോം മെറ്റീരിയൽസിൻ്റെ കണ്ടൻസേഷൻ സംഭവിക്കുന്നത്. ഓക്കെ, അതായത് എസ് ഫേസിലും G2 ഫേസിലും കാണപ്പെടുന്ന DNA മോളിക്യൂൾസ് അത്ര വ്യക്തമായിട്ടൊന്നും കാണാൻ കഴിയുകയില്ലായിരുന്നു. അതൊരു കെട്ടുപിണഞ്ഞ് കിടക്കുന്നത് പോലെയാണ് ഈ DNA മോളിക്യൂൾസ് അവിടെ കാണാൻ സാധിച്ചത്, അല്ലേ? ഇങ്ങനെയുള്ള DNA മോളിക്യൂൾസ് പ്രൊഫേസ് ഫേസിൽ വരുമ്പോൾ ക്രോമസോമൽ മെറ്റീരിയൽസിന് എന്ത് സംഭവിക്കും? കണ്ടൻസേഷൻ സംഭവിക്കും. കെട്ടുപിണഞ്ഞ് കിടന്നിരുന്ന മെറ്റീരിയൽസ് ഫ്രീ ആകാൻ തുടങ്ങും. അങ്ങനെ അവ എന്തായി മാറുന്നു? മൈറ്റോട്ടിക് ക്രോമസോമായി മാറുന്നു, അല്ലേ? അപ്പോൾ പ്രൊഫേസ് സ്റ്റേജിൽ നമുക്ക് ക്രോമസോമിനെ കാണാനായിട്ട് കഴിയും. ക്രോമസോമിൻ്റെ പ്രത്യേകത എന്താണ്? സെൻട്രൽ ഒരു സെൻട്രോമിയർ കാണപ്പെടുന്നു. അതിനെ അറ്റാച്ച് ചെയ്ത് 2 ക്രോമാറ്റിക് ലേഡ്സ് കാണാൻ സാധിക്കുന്നു. ഓക്കെ, അതായത് പ്രൊഫേസ് സ്റ്റേജിൻ്റെ എസ് ഫേസിൽ വെച്ചിട്ടാണ് സെൻട്രോസോം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ക്രോമസോം പ്രൊഫേസിലെത്തുമ്പോൾ എവിടേക്ക് മൂവ് ചെയ്യുന്നു? 2 ഓപ്പോസിറ്റ് പോളിലേക്ക് മൂവ് ചെയ്യുന്നു. സെൽസിൻ്റെ 2 അറ്റത്തേക്ക് 2 പോളിലേക്ക് മൂവ് ചെയ്യുന്നു. ഇങ്ങനെ മൂവ് ചെയ്യുന്ന ക്രോമസോം സെൽസിൻ്റെ 2 പോളിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവയിൽ നിന്ന് മൈക്രോ ട്യൂബ്യൂൾസ് ഫോം ചെയ്യുന്നു. ഈ മൈക്രോ ട്യൂബ്യൂൾസിനെ പറയുന്ന പേരാണ് ആസ്റ്റർ. ഓക്കെ, പിന്നീട് എന്ത് സംഭവിക്കുന്നു? ഈ ആസ്റ്ററും സ്പിൻഡിൽ ഫൈബേഴ്സും ഒരുമിച്ച് ചേർന്ന് ഫോം ചെയ്യുന്നതാണ് എന്ത്? മൈറ്റോട്ടിക് അപ്പാരറ്റസ്. ഓക്കെ, ദെൻ മൈറ്റോട്ടിക് അപ്പാരറ്റസ് ഫോം ചെയ്യുന്ന ആ ഒരു സ്റ്റേജിന് പറയുന്ന പേരെന്താണ്? പ്രൊഫേസ് സ്റ്റേജ്. ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ പറഞ്ഞത് ഒരു സെല്ല് പ്രൊഫേസ് സ്റ്റേജിൻ്റെ അവസാനം എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതായത് ഗോൾജി കോംപ്ലക്സും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവും ന്യൂക്ലിയസും ന്യൂക്ലിയർ എൻവലപ്പും ഒക്കെ എന്ത് ചെയ്യുന്നു? കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ആകുന്നു. ഓക്കെ, കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ആകുന്നു. മനസ്സിലായല്ലോ അല്ലേ? ഇതൊക്കെയാണ് നമ്മൾ പ്രൊഫേസ് സ്റ്റേജിൽ പറഞ്ഞത്. ഇനി നമുക്ക് മെറ്റാഫേസ് സ്റ്റേജിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. മെറ്റാഫേസ് സ്റ്റേജിലെത്തുമ്പോൾ ന്യൂക്ലിയർ എൻവലപ്പ് കംപ്ലീറ്റ്ലി ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തു പോകുന്നു. അതായത് മെറ്റാഫേസ് സ്റ്റേജിൽ എത്തുമ്പോൾ ന്യൂക്ലിയർ എൻവലപ്പ് കംപ്ലീറ്റ്ലി ആബ്സെൻ്റ് ആകും. മെറ്റാഫേസ് സ്റ്റേജിൽ ന്യൂക്ലിയർ എൻവലപ്പ് കാണാൻ പറ്റത്തില്ല. ഓക്കെ, കംപ്ലീറ്റ്ലി ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ദി ന്യൂക്ലിയർ എൻവലപ്പ്. ഓക്കെ, ദെൻ പ്രൊഫേസ് സ്റ്റേജിൽ ആരംഭിക്കുന്ന കണ്ടൻസേഷൻ മെറ്റാഫേസ് സ്റ്റേജിൽ ആകുമ്പോഴേക്കും കംപ്ലീറ്റ് ആകുന്നു. അതായത് പ്രൊഫേസ് സ്റ്റേജിൽ വെച്ച് ക്രോമസോമൽ മെറ്റീരിയൽസിന് കണ്ടൻസേഷൻ സംഭവിച്ച് അവ മൈറ്റോട്ടിക് ക്രോമസോംസ് ആയിട്ട് മാറുന്നു. ഈ കണ്ടൻസേഷൻ പ്രോസസ്സ് മെറ്റാഫേസ് സ്റ്റേജിലെത്തുമ്പോൾ കംപ്ലീറ്റ് ആകുന്നു. അപ്പോൾ ക്രോമസോമിൻ്റെ കണ്ടൻസേഷൻ കംപ്ലീറ്റ് ആകുന്ന സ്റ്റേജാണ് മെറ്റാഫേസ് സ്റ്റേജ്. ഓക്കെ, അതായത് കണ്ടൻസേഷൻ ഓഫ് ദി ക്രോമസോം ഈസ് കംപ്ലീറ്റ്. ക്രോമസോമിൻ്റെ കണ്ടൻസേഷൻ കംപ്ലീറ്റ് ആവുകയും ഈ സ്റ്റേജിൽ വെച്ച് ക്രോമസോം ക്ലിയർ ആയി കാണുകയും ചെയ്യുന്നു. ഓക്കെ, ദെൻ തേർഡ് പോയിന്റ്, മോർഫോളജി ഓഫ് ക്രോമസോം ക്യാൻ ബി ഈസിലി സ്റ്റഡീഡ് അറ്റ് ദിസ് സ്റ്റേജ്. അതായത് മെറ്റാഫേസ് സ്റ്റേജിൽ വെച്ച് ക്രോമസോമിൻ്റെ മോർഫോളജി,
അതിൻ്റെ എക്സ്റ്റേണൽ അപ്പിയറൻസ് നമുക്ക് വളരെ ക്ലിയറായിട്ട് വ്യക്തമായിട്ട് കാണാനായി കഴിയും. അതുകൊണ്ട് തന്നെ ക്രോമസോമിൻ്റെ മോർഫോളജി വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന സ്റ്റേജാണ് മെറ്റാഫേസ് സ്റ്റേജ്. അപ്പോൾ ഈ ക്രോമസോമിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഓരോ മെറ്റാഫേസ് ക്രോമസോമിനും 2 സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ഉണ്ടാകും. ഈ 2 സിസ്റ്റർ ക്രൊമാറ്റിഡ്സിനെയും വേർതിരിച്ച് നിർത്തുന്നത് അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് നിർത്തുന്നത് സെൻട്രോമിയറാണ്. ഓക്കെ, അതായത് ഓരോ മെറ്റാഫേസ് ക്രോമസോമിനും 2 സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ഉണ്ടാകും. ഈ 2 സിസ്റ്റർ ക്രൊമാറ്റിഡ്സിനെയും വേർതിരിച്ച് നിർത്തുന്നത് അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് നിർത്തുന്നത് സെൻട്രോമിയറാണ്. മനസ്സിലായല്ലോ അല്ലേ? ഒന്ന് വായിക്കാം. മെറ്റാഫേസ് ക്രോമസോം മെയ്ഡ് അപ്പ് ഓഫ് 2 സിസ്റ്റർ ക്രൊമാറ്റിഡ്സ്. They are held together by centromere. Okay. Next, മെറ്റാഫേസ് ക്രോമസോം ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നു. ഏത് സ്റ്റേജിൽ? ഈ മെറ്റാഫേസ് സ്റ്റേജിൽ. ഓക്കെ, അപ്പം മെറ്റാഫേസ് ക്രോമസോം ക്ലിയർ ആയിട്ട് ഈ മെറ്റാഫേസ് സ്റ്റേജിൽ കാണാൻ സാധിക്കും. മനസ്സിലായല്ലോ അല്ലേ? കൂടാതെ നേരത്തെ പറഞ്ഞില്ലേ, ന്യൂക്ലിയർ എൻവലപ്പ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തു പോകും. അതായത് ന്യൂക്ലിയർ എൻവലപ്പ് മെറ്റാഫേസ് സ്റ്റേജിൽ കംപ്ലീറ്റ് ആയിട്ട് ആബ്സെൻ്റ് ആകും. ന്യൂക്ലിയർ എൻവലപ്പ് ഇല്ലാതാകുമ്പോൾ എന്തു സംഭവിക്കും? ഈ മെറ്റാഫേസ് ക്രോമസോം സൈറ്റോപ്ലാസത്തിൽ സ്പ്രെഡ് ചെയ്ത് കാണിക്കും. ഓക്കെ, അതായത് ഈ ന്യൂക്ലിയർ എൻവലപ്പ് ഇല്ലാതാകുമ്പോൾ ഈ മെറ്റാഫേസ് ക്രോമസോം സൈറ്റോപ്ലാസത്തിൽ സ്പ്രെഡ് ചെയ്ത് കാണുന്നു. ഓക്കെ, ദെൻ ഈ മെറ്റാഫേസ് ക്രോമസോമിൻ്റെ സെൻട്രോമിയർ, അതായത് മെറ്റാഫേസ് ക്രോമസോമിൻ്റെ സെൻട്രോമിയറിൻ്റെ സർഫേസിൽ കാണപ്പെടുന്ന ഡിസ്ക് ഷേപ്പിലുള്ള സ്ട്രക്ചറിനെയാണ് കൈനറ്റോകോർ എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. ഓക്കെ, ഈ കൈനറ്റോകോർ എന്താണെന്ന് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. കൈനറ്റോകോർ എന്താണെന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഈ മെറ്റാഫേസ് ക്രോമസോമിൻ്റെ സെൻട്രോമിയറിൻ്റെ സർഫേസിൽ കാണപ്പെടുന്ന ഡിസ്ക് ഷേപ്പിലുള്ള സ്ട്രക്ചറിനെയാണ് കൈനറ്റോകോർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ കൈനറ്റോകോറിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് നോക്കാം. കൈനറ്റോകോർ സെർവ് ആസ് ദ സൈറ്റ് ഓഫ് അറ്റാച്ച്മെൻറ്റ് ഓഫ് സ്പിൻഡിൽ ഫൈബേഴ്സ് ടു ദ ക്രോമസോം. അതായത് ഓരോ പോളിലുമുള്ള സ്പിൻഡിൽ ഫൈബേഴ്സ് ക്രോമസോം പോളിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നത് കൈനറ്റോകോർ എന്ന ഭാഗത്താണ്. അതായത് ഓരോ പോളിലുമുള്ള സ്പിൻഡിൽ ഫൈബേഴ്സ് ക്രോമസോം പോളിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നത് ഈ കൈനറ്റോകോർ എന്ന ഭാഗത്താണ്. അതായത് 2 പോളിൽ നിന്നും സ്പിൻഡിൽ ഫൈബേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ സ്പിൻഡിൽ ഫൈബേഴ്സ് ക്രോമസോമിൻ്റെ ഏത് ഭാഗത്താണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്? കൈനറ്റോകോറിൻ്റെ ഭാഗത്താണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്പിൻഡിൽ ഫൈബേഴ്സ് എവിടെ വന്നാണ് അറ്റാച്ച് ചെയ്യുന്നത്? ഓരോ ക്രോമസോമിൻ്റെയും സെൻട്രോമിയറിൻ്റെ ഉപരിതലത്തിൽ കാണുന്ന കൈനറ്റോകോർ എന്ന് പറയുന്ന ഡിസ്ക് ഷേപ്പിലുള്ള സ്ട്രക്ചറിലാണ് ഇത് അറ്റാച്ച് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ക്രോമസോമിന് എന്തൊക്കെ മാറ്റമാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ക്രോമസോംസ് മെറ്റാഫേസിൽ വെച്ച് സെൻറ്ററിലേക്ക് മൂവ് ചെയ്ത് ഇക്വേറ്ററിൽ അറേഞ്ച് ചെയ്യുന്നു. അതായത് ഒരു മെറ്റാഫേസിനെ ഐഡൻറ്റിറ്റി ചെയ്യുന്നത് ഈ ക്രോമസോമിൻ്റെ അറേഞ്ച്മെൻറ്റ് നോക്കിയിട്ടാണ്. ക്രോമസോം സെൻറ്ററിൽ ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ ഫേസ് മെറ്റാഫേസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, മെറ്റാഫേസിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ക്രോമസോം എവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? സെൽസിൻ്റെ സെൻറ്ററിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ, അതായത് ഇക്വേറ്റർ റീജിയനിൽ. ആ ടേം മനസ്സിലാക്കണം കേട്ടോ, ഇക്വേറ്റർ റീജിയൻ. ഇക്വേറ്റർ റീജിയനിലാണ് ക്രോമസോം അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് മെറ്റാഫേസ് സ്റ്റേജിൽ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ്, ഓൾ ദ ക്രോമസോം കമ്മിങ് ടു ലൈ അറ്റ് ദ ഇക്വേറ്റർ. എല്ലാ ക്രോമസോമും ഇക്വേറ്റർ റീജിയനിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്.
with one chromatid is each chromosome is connected by its kinetochores to spindle fibers from the opposite poles. ഓരോ ക്രോമസോമിൻ്റെയും ഒരു ക്രൊമാറ്റിഡ്സ് അതിൻ്റെ കൈനറ്റോകോർ വഴി സ്പിൻഡിൽ ഫൈബേഴ്സിൽ അറ്റാച്ച് ചെയ്യുന്നു. ദെൻ ഓപ്പോസിറ്റ് പോളിലും ഇതുപോലെ തന്നെ സിസ്റ്റർ ക്രൊമാറ്റിഡ്സും അതിൻ്റെ കൈനറ്റോകോർ വഴി സ്പിൻഡിൽ ഫൈബേഴ്സിൽ അറ്റാച്ച് ചെയ്യുന്നു. ഈ ക്രോമസോം സെൻട്രലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെ പറയുന്നതാണ് മെറ്റാഫേസ് പ്ലേറ്റ്. അതായത് ക്രോമസോം അറേഞ്ച് ചെയ്തിരിക്കുന്ന പ്ലെയിൻ ഓഫ് അറേഞ്ച്മെൻറ്റിനെ പറയുന്ന പേരാണ് മെറ്റാഫേസ് പ്ലേറ്റ്. ഇത്രയുമാണ് മെറ്റാഫേസ് സ്റ്റേജിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. മനസ്സിലായല്ലോ അല്ലേ? നെക്സ്റ്റ് വി ക്യാൻ ഗോ ടു അനാഫേസ് സ്റ്റേജ്. മൈറ്റോസിസിൻ്റെ മൂന്നാമത്തെ സ്റ്റേജാണ് അനാഫേസ്. അനാഫേസ് സ്റ്റേജിൽ വെച്ച് ക്രോമസോമിന് എന്തൊക്കെ സ്റ്റേജാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. അനാഫേസ് സ്റ്റേജിൽ സംഭവിക്കുന്ന മെയിൻ ഇവൻ്റാണ് ഓരോ ക്രോമസോമിൻ്റെയും സെൻട്രോമിയർ സ്പ്ലിറ്റ് ആകും. അതായത് ഓരോ ക്രോമസോമിൻ്റെയും സെൻട്രോമിയർ വിഭജിച്ച് ഡോക്ടർ ക്രൊമാറ്റിഡ്സ് ഉണ്ടാകുന്നു. ഇതാണ് പ്രധാനപ്പെട്ട ഈവൻറ്റ് ഇവിടെ നടക്കുന്നത്. അനാഫേസ് സ്റ്റേജിൽ വെച്ച ഓരോ ക്രോമസോമിൻ്റെയും സെൻട്രോമിയർ വിഭജിച്ച് ഡോക്ടർ ക്രൊമാറ്റിഡ്സ് ഉണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെ അനാഫേസിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഈവൻ്റാണ് ഓരോ ക്രോമസോമിൻ്റെയും സെൻട്രോമിയർ സ്പ്ലിറ്റ് ആകുന്നത്. ഓക്കെ, ഇങ്ങനെ സെൻട്രോമിയർ വിഭജിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ക്രൊമാറ്റിഡ്സ് സെപ്പറേറ്റ് ആകുന്നു. ഇങ്ങനെ സെപ്പറേറ്റ് ആകുന്ന ക്രൊമാറ്റിഡ് ഓപ്പോസിറ്റിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ഈ പിക്ചറിൽ നോക്കിക്കേ, ഈ ക്രൊമാറ്റിഡ്സ് ഓപ്പോസിറ്റ് പോളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത് കാണാൻ പറ്റുന്നു അല്ലേ? അപ്പോൾ സെൻട്രോമിയർ വിഭജിച്ച് ഡോട്ടർ ക്രൊമാറ്റിഡ്സ് സെപ്പറേറ്റ് ആകുന്നു. ഇങ്ങനെ സെപ്പറേറ്റ് ആകുന്ന ക്രൊമാറ്റിഡ്സ് ഓപ്പോസിറ്റ് പോളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു. ഓരോ ക്രോമസോമിൻ്റെയും സെൻട്രോമിയറിൻ്റെ പൊസിഷൻ ഓപ്പോസിറ്റ് പോളിലായിരിക്കും ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഓരോ ക്രോമസോമിൻ്റെയും സെൻട്രോമിയറിൻ്റെ പൊസിഷൻ ഓപ്പോസിറ്റ് പോളിലായിരിക്കും ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ, ഇനി അനാഫേസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജാണ് ടീലോഫേസ്. ടീലോഫേസ് എന്ന് പറയുന്നത് കാരിയോകൈനസിസ് അല്ലെങ്കിൽ ന്യൂക്ലിയർ ഡിവിഷൻ്റെ അടുത്ത സ്റ്റേജാണ്. ടീലോഫേസ് സ്റ്റേജിൽ വെച്ച് എന്തൊക്കെ സംഭവിക്കുമെന്ന് നോക്കാം. ക്രോമസോം ക്ലസ്റ്റർ അറ്റ് ഓപ്പോസിറ്റ് സ്പിൻഡിൽ പോൾസ് ആൻഡ് their ഐഡൻറ്റിറ്റി ഈസ് ലോസ്റ്റ് ആസ് ഡിസ്ക്രീറ്റ് എലമെൻറ്റ്. മെയിനായിട്ടുള്ള ഇവൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഓരോ ഓപ്പോസിറ്റ് പോളിലേക്കും മൈഗ്രേറ്റ് ചെയ്ത ഡോക്ടർ ക്രൊമാറ്റിഡ്സ് ഉണ്ടല്ലോ. അതായത് അനാഫേസ് സ്റ്റേജിൽ ഓരോ പോളിലേക്കും മൈഗ്രേറ്റ് ചെയ്ത് ഡോക്ടർ ക്രൊമാറ്റിഡ്സ് ഓരോ പോളിലേക്കും എത്തിച്ചേരുന്നു. ഇങ്ങനെ രണ്ട് പോളിലും മൈഗ്രേറ്റ് ചെയ്യുന്ന ഈ ഡോട്ടർ ക്രൊമാറ്റിഡ്സിനെ ക്ലസ്റ്റർ ചെയ്യുന്നു, അതായത് ഡീകണ്ടൻസ് ചെയ്യുന്നു. അവയ്ക്ക് ഐഡൻറ്റിറ്റി നഷ്ടമാകുന്നു. അതായത് ക്രോമസോം എന്ന ഐഡൻറ്റിറ്റി മാറി അവ വീണ്ടും ക്രോമസോമൽ മെറ്റീരിയലായി മാറുകയാണ് ചെയ്യുന്നത്. ഏത് സ്റ്റേജിൽ? ടീലോഫേസ് സ്റ്റേജിൽ. ഓക്കെ, ഇത് എവിടെയാണ് സംഭവിക്കുന്നത്? ഓരോ പോളിലും. ക്രോമസോം ക്ലസ്റ്റർ അറ്റ് ഓപ്പോസിറ്റ് സ്പിൻഡിൽ ഷേപ്പ് ഓരോ പോളിലും ഉള്ള, അതായത് ഓരോ പോളിലും പ്രസൻ്റ് ആയിട്ടുള്ള ക്രോമസോം ക്ലസ്റ്റർ ചെയ്യാൻ തുടങ്ങുന്നു. ക്ലസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഡീകണ്ടൻസ് ചെയ്യുക. അതായത് വീണ്ടും അവ ക്രോമസോമൽ മെറ്റീരിയൽസായി മാറുന്നു. അവയെ വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല, ഡിസ്ക്രീറ്റ് എലമെൻ്റ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ ക്രോമസോമൽ മെറ്റീരിയൽസിൽ ഒരു ക്ലസ്റ്റർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവയ്ക്ക് ചുറ്റും ഒരു ന്യൂക്ലിയർ എൻവലപ്പ് കാണാൻ സാധിക്കുന്നു. അതായത് ക്രോമസോമൽ മെറ്റീരിയൽസിൽ ക്ലസ്റ്റർ ഫോം ചെയ്താൽ അവയ്ക്ക് ചുറ്റും ന്യൂക്ലിയർ എൻവലപ്പ് ഫോം ചെയ്യുന്നു. ഇതോടുകൂടി ഇതിനകത്ത് ന്യൂക്ലിയസ് ഫോം ചെയ്യുന്നു. അതായത് ഈ ഗോൾജി കോംപ്ലക്സും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവും എല്ലാം വീണ്ടും എന്ത് ചെയ്യും? പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നു. പ്രൊഫേസ് സ്റ്റേജിൻ്റെ അവസാനം എന്താ? ഡിസപ്പിയർ ആയിട്ടുള്ള സ്ട്രക്ചറാണ് ന്യൂക്ലിയർ എൻവലപ്പും
ന്യൂക്ലിയോളസും ഗോൾജി കോംപ്ലക്സും അതുപോലെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഒക്കെ അല്ലേ. എന്നാൽ ടീലോഫേസിൻ്റെ അവസാനം എത്തുമ്പോൾ എന്താകും? വീണ്ടും റീഅപ്പിയർ ചെയ്യും. ഓക്കെ, അപ്പോൾ ടീലോഫേസ് സ്റ്റേജിൽ എത്തുമ്പോൾ ഉള്ള പ്രധാനപ്പെട്ട ഇവൻറ്റ്സ് എന്തെല്ലാമാണ്? ഓരോ പോളിലും എത്തുമ്പോൾ ക്ലസ്റ്റർ ചെയ്യാൻ തുടങ്ങും അല്ലേ. അവയുടെ ഐഡൻറ്റിറ്റി നഷ്ടമാകും. അവ ഡീകണ്ടൻസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അതായത് അവ കാണപ്പെടുന്നത് ഡിസ്ക്രീറ്റ് യൂണിറ്റ് ആയിട്ടാണ്. ദെൻ ഇങ്ങനെ ക്രോമസോമൽ മെറ്റീരിയൽസിൻ്റെ ക്ലസ്റ്റർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇതിനു ചുറ്റും ഒരു ന്യൂക്ലിയർ എൻവലപ്പ് ഫോം ചെയ്യുന്നു. 2 പോളിലുമുള്ള ക്രോമസോമൽ മെറ്റീരിയൽസിൻ്റെ ക്ലസ്റ്ററിന് ചുറ്റും ന്യൂക്ലിയർ എൻവലപ്പ് ഫോം ചെയ്യുന്നു. അങ്ങനെ ന്യൂക്ലിയർ ഫോം ചെയ്യുന്നു. ഈ സ്റ്റേജിൽ വെച്ച് ന്യൂക്ലിയോളസും ഗോൾജി കോംപ്ലക്സും അതുപോലെ തന്നെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഒക്കെ റീഅപ്പിയർ ചെയ്യുന്നു. ഇത്രയുമാണ് ടീലോഫേസിൽ നമ്മൾ കണ്ട ഇവൻറ്റ്സ്. മനസ്സിലായല്ലോ അല്ലേ? അപ്പം നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? മൈറ്റോസിസ് എന്താണെന്നും അതിൻ്റെ 4 സ്റ്റേജുകളും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയാണ് ആ 4 സ്റ്റേജ്? പ്രൊഫേസ് സ്റ്റേജ്, മെറ്റാഫേസ് സ്റ്റേജ്, അനാഫേസ് സ്റ്റേജ് ആൻഡ് ടീലോഫേസ് സ്റ്റേജ്. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനമായെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ മിയോസിസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് നമുക്ക് വീണ്ടും കാണാം.